Hi friends, welcome back to English with Genuji. Today we are going to learn the different meanings of B-E-A-R, bear. അപ്പോൾ നേരത്തെ നമ്മൾ bear noun form പഠിച്ചു, കരടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതൊക്കെ പഠിച്ചു. അതേ സ്പെല്ലിങ് അത് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് എന്തൊക്കെ അർത്ഥം ഉണ്ടെന്ന് നോക്കും. bear means സഹിക്കുക എന്നാണ് ഒരു അർത്ഥം. I can't bear the pain. എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. I couldn't bear the pain. എനിക്ക് ആ വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. സോ ഐ സ്ക്രീംഡ്. അതുകൊണ്ടാണ് ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചത്. അപ്പൊ ബെയർ സഹിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കും. അവിടെ ഐ ക്യാൻ ബെയർ ടു ബി അലോൺ ഓർ ഐ ക്യാൻ ബെയർ ബീയിങ് അലോൺ. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല, എനിക്ക് എന്തോ വല്ലാത്ത വിഷമമായിരിക്കും. അർത്ഥത്തിൽ ഉപയോഗിക്കാം. ബെയർ, സ്റ്റാൻഡ്, പുട്ട് അപ്പ് വിത്ത്, എൻഡ്യൂർ, ടോളറേറ്റ്. ഇതിനൊക്കെ ഏകദേശം സഹിക്കുക എന്ന ഒരേ അർത്ഥമാണ്. പക്ഷെ ചെറിയ ഒരു ഓർഡിനറി ആയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത് സ്റ്റാൻഡ്, ദറ്റ് ഈസ് ബെയർ, സ്റ്റാൻഡ്, പുട്ട് അപ്പ് വിത്ത് എന്നാണ്. അതിൽ തന്നെ അത് നമുക്ക് വ്യക്തികളുടെ കാര്യത്തിൽ ഉപയോഗിക്കാം. ഐ ക്യാൻറ്റ് ബെയർ ഹിം മീൻസ് ഐ ക്യാൻ ബെയർ ഹിസ് ബാഡ് ഹാബിറ്റ്സ്. അവന്റെ ആ ദുശ്ശീലങ്ങളൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഐ ക്യാൻ ബെയർ മൈ ഹസ്ബൻഡ്, ഐ ക്യാൻ ബെയർ മൈ വൈഫ്. എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അല്ല, ദുശ്ശീലങ്ങൾ എന്തോ പറഞ്ഞിട്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നാണ്. അവിടെ നമുക്ക് സ്റ്റാൻഡ് ഉപയോഗിക്കാം, പുട്ട് അപ്പ് വിത്ത് ഉപയോഗിക്കാം. എൻഡ്യൂർ ആണെങ്കിൽ ലോങ് ആണ്, കുറച്ചുകൂടി ദീർഘമായി നിൽക്കുന്ന വേദനകളാണ്. ഫോർ എക്സാമ്പിൾ, ദ ഫാമിലി endured the pain for a long time. The family endured the pain for several years after his death. ആ കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബനാഥൻ മരിച്ചതിന് ശേഷം ആ വേദന ഒരുപാട് കാലം സഹിക്കേണ്ടി വന്നു. അത് മനസ്സിലങ്ങനെ സഹിച്ചു നിന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതേസമയം ടോളറേറ്റ് മീൻസ് സഹിഷ്ണുത കാണിക്കുക എന്നാണ്. അങ്ങനെയാണ് ടോളറൻസ് സഹിഷ്ണുത, ഇൻടോളറൻസ് അസഹിഷ്ണുത എന്ന വാക്കൊക്കെ വന്നത്. വി ക്യാൻറ്റ് ടോളറേറ്റ് ടെററിസം. ടെററിസം മീൻസ് ഭീകരവാദമാണ്, രാജ്യത്തെ നശിപ്പിക്കുന്നതാണ്. ആ ഭീകരവാദത്തെ നമുക്ക് ഒരിക്കലും സഹിഷ്ണുതയോടുകൂടി കാണാൻ പറ്റില്ല, അതിനൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. അപ്പൊ അവിടെ ടോളറേറ്റ് ആണ് കുറച്ചുകൂടി നല്ല വാക്ക്. ഇനിയും ബെയറിന് കീപ്പ് ഇൻ മൈൻഡ്, മനസ്സിൽ സൂക്ഷിക്കുക. ക്യാരി ഇൻ മൈൻഡ്, മനസ്സിൽ കൊണ്ടു നടക്കുക, ഓർമ്മയിൽ കൊണ്ടു നടക്കുക, മനസ്സിൽ കൊണ്ടു നടക്കുക എന്നുള്ള ഒരർത്ഥത്തിൽ ഉപയോഗിക്കും. സോ യു സീ, ഐ ഡോണ്ട് ബെയർ എനി ഗ്രഡ്ജ്, ഐ ഡോണ്ട് ബെയർ എനി ഗ്രഡ്ജ് അഗൈൻസ്റ്റ് ഹിം. എനിക്ക് അയാളോട് ഒരു ശത്രുതയും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നില്ല എന്നാണ്. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ആ ശത്രുതയൊന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഗ്രഡ്ജ് മീൻസ് enmity, ശത്രുതയാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടേക്ക് റെസ്പോൺസിബിലിറ്റി, അതായത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൂ വിൽ ബെയർ ദ റെസ്പോൺസിബിലിറ്റി? ആരാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? ആ ഉത്തരവാദിത്തം വഹിക്കുന്നത് ആരാണ്? വഹിക്കുക എന്നൊക്കെയാണ് അവിടുത്തെ അർത്ഥം. അവിടെയും ബെയർ ഉപയോഗിക്കാം. ഇനി ബെയറിന് ഫോർ എക്സാമ്പിൾ പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ഓർ ഫ്രൂട്ട്, ഈ അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ദിസ് പ്ലാന്റ് ബെയർസ് ഫ്ലവേഴ്സ് ത്രൂ ഔട്ട് ദ ഇയർ. അതായത് വർഷം മുഴുവൻ അത് പുഷ്പിച്ചുകൊണ്ട് നിൽക്കുക, എപ്പം നോക്കിയാലും ആ ചെടിയിൽ പുഷ്പങ്ങൾ ഉണ്ടാവും എന്നാണ്. അതേസമയം ദിസ് ട്രീ വിൽ ബെയർ ഫ്രൂട്ട് വിത്തിൻ 2 years. 2 വർഷം കൊണ്ട് ഈ മരം കായ്ക്കുമെന്നാണ്. ദിസ് ട്രീ വിൽ ബെയർ ഫ്രൂട്ട് വിത്തിൻ 2 years. 2 വർഷം കൊണ്ട് ഈ മരം കായ്ക്കും എന്നാണ് അവിടുത്തെ. ഇനി ബെയർ മീൻസ് ഗീവ് ബർത്ത് എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കും. ഗീവ് ബർത്ത് അതായത് പ്രസവിക്കുക, ജന്മം കൊടുക്കുക എന്നാണ്. മൈ മദർ ബോർ മീ ഇൻ 2007. 2007 എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് എന്നാണ്. 2007 എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്. അവിടെ ബോർ എന്ന് പറഞ്ഞാൽ ബെയർ പ്രസവിക്കുക, ബോർ പ്രസവിച്ചു. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫിഫ്ത്ത് ഫോമാണ് ബോൺ എന്നുള്ളത്. അപ്പൊ നമ്മൾ സാധാരണ ഇതിന്റെ പാസീവ് ഫോമാണ് പറയുക, ഇത് അങ്ങനെ ഉപയോഗിക്കില്ല. അങ്ങനെയാണ് നമ്മൾ ഐ വാസ് ബോൺ ഇൻ 2007. ഐ വാസ് ബോൺ, ഞാൻ ജനിച്ചത്, എനിക്ക് ജന്മം തന്നത് എന്നാണ് അർത്ഥം. എന്നെ പ്രസവിച്ചത് എന്നൊക്കെ അർത്ഥം വരും. ഐ വാസ് ബോൺ ഇൻ 2007. 2007 എന്നെ പ്രസവിച്ചത്, 2007 ഞാൻ ജനിച്ചത് എന്നൊക്കെയാണ് അർത്ഥം. Then you see, she bore 3 children. അവർ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു എന്നാണ്. ഇനി bear the weight, ഇപ്പം ഭാരം താങ്ങുക എന്നൊക്കെ പറയും. See, this chair is not strong enough to bear your weight. നിന്റെ ഭാരം താങ്ങാൻ മാത്രം ശക്തി ഈ കസേരയ്ക്കില്ല എന്നാണ്. ആ കസേര വളരെ ചെറുതാണ്, അത് നീ അതിൽ കയറി നിന്ന പൊട്ടിപ്പോകുന്നതാണ്. So the chair is
not strong enough to bear your weight. അർത്ഥത്തിൽ ഉപയോഗിക്കാം. Then you see, bear with me. Bear with me means be patient with me. എന്നോട് ക്ഷമിച്ച് കാത്തിരിക്കുക എന്നാണ്. Bear with me for a moment. Then I will explain everything. Or I will come with you. നീ എന്നോട് ക്ഷമിച്ചിരിക്കുക. കുറച്ച് നേരം നിന്ന് ക്ഷമിച്ചിരിക്കുക. കാരണം ക്ഷമ തീരെ ഇല്ലാത്തവരോട് പറയുന്നത്. നീ ഒന്നൊരല്പം ക്ഷമിച്ചിരിക്കുക. I will explain everything. ഞാൻ എല്ലാം നിനക്ക് വിസ്തരിച്ച് തരാം. അല്ലെങ്കിൽ മറ്റൊരവസ്ഥയിൽ പറയുന്നത് I will come with you. നീ ഒന്ന് ക്ഷമിച്ചിരിക്കുക, ഞാൻ നിന്റെ കൂടെ വരാം നീ ഒന്ന് അടങ്ങിയിരിക്കുക എന്നൊക്കെയാണ് അവിടുത്തെ അർത്ഥം. Then bear in mind എന്നൊരു പ്രയോഗമുണ്ട്. bear in mind means മനസ്സിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കുക. ഇത് എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം എന്നർത്ഥമാണ്. bear in mind there are pickpockets in the town. ഈ ടൗണിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം, ഇവിടെ ധാരാളം പോക്കറ്റ് അടിക്കാറുണ്ട്, അപ്പം നിന്റെ പണമൊക്കെ സൂക്ഷിച്ചു വെക്കണം എന്നാണ് അർത്ഥം. Then you see, ഇതിനൊരു ആഡ്ജക്റ്റീവ് ഫോം ഉണ്ട്, ബെയറബിൾ എന്നാണ്. ബെയറബിൾ സഹിക്കാവുന്ന എന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഫോമാണ് അൺബെയറബിൾ, സഹിക്കാൻ പറ്റാത്ത എന്നാണ്. ദ പെയിൻ ഈസ് അൺബെയറബിൾ എന്ന് പറഞ്ഞാൽ വേദന തീരെ സഹിക്കാൻ പറ്റില്ല എന്ന്. അതുപോലെ ബെയറർ ഇതിന്റെ നൗൺ ഫോം ആണ്. ബെയറർ, വൺ ഹൂ ബെയേഴ്സ്, അതായത് ഈ സന്ദേശമൊക്കെ കൊണ്ടുവരുന്ന സന്ദേശവാഹകൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ചുമന്നു കൊണ്ടുവരുന്ന ആൾ, ഇത് കൊണ്ടുവരുന്ന ആൾ എന്നൊക്കെ അർത്ഥത്തിൽ ബെയറർ എന്നും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണ്, നല്ലൊരു പ്രയോഗമാണ്. പ്ലീസ് റെൻഡർ നെസറി ഹെൽപ്പ് ടു ദ ബെയർ ഓഫ് ദിസ് ലെറ്റർ. ബെയറർ ഓഫ് ദിസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഈ കത്തുമായിട്ട് വരുന്ന ആൾക്ക് പ്ലീസ് റെൻഡർ എന്ന് പറഞ്ഞാൽ ഗിവ് എന്നാണ്. നല്ലൊരു ഫോർമൽ വേർഡാണ്. പ്ലീസ് റെൻഡർ നെസസറി ഹെൽപ്പ്, വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. ഈ കത്തുമായിട്ട് വരുന്ന ആൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. എപ്പോഴും നമ്മൾ ഒരു ഫോർമൽ ലെറ്ററിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ പ്ലീസ് സെൻഡ് ദ ബുക്ക് ത്രൂ ദ ബെയർ ഓഫ് ദിസ് ലെറ്റർ. ഈ കത്തുമായിട്ട് വരുന്ന ആൾ വശം ആ പുസ്തകം കൊടുത്തയക്കുക എന്നാണ്. അപ്പം ബെയറർ, കൊണ്ടുവരുന്ന ആള്, സന്ദേശവാഹകൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അതുപോലെ അങ്ങനെയാണ് നമുക്ക് ക്രോസ് ചെക്കും ബെയറർ ചെക്കും ഉണ്ട്. ക്രോസ് ചെക്ക് അറിയാം, 2 ക്രോസ് ഒക്കെ ചേരുണ്ടാകും. അത് ആരുടെ പേരിലാണ് അയാൾക്ക് മാത്രമേ അത് മാറ്റിയെടുക്കാൻ പറ്റൂ. ബെയറർ ചെക്ക് അങ്ങനെയല്ല, ആരാണോ അത് കൊണ്ടുപോകുന്ന, ബാങ്ക് കൊണ്ടുപോകുന്ന അയാൾക്ക് അതിന്റെ പുറത്ത് ഒപ്പിട്ടത് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ബെയറർ check. So that's all about the word bear. I hope you have understood everything. Thank you very much. Have a nice day.